കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം, കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കാം, ഇതര മതങ്ങളുടെ പ്രവർത്തകരായിരിക്കാം. പക്ഷെ അവരെ എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് നമുക്ക് ഈ മഹാധർമ്മത്തിന്റെ പ്രവാഹത്തിലേക്ക് മുന്നോട്ട് പോകുവാനുള്ളത്. क्योंकि धर्म को लेकर के बहुत बड़ा भ्रम पूरे देश में और दुनिया में फैलाया जाता है, और हिंदू धर्म के बारे में एक बात कहते हुए हमें गौरव होता है कि हिंदू धर्म कोई मात्र पूजा पाठ की पद्धति नहीं, वो एक जीवन पद्धति है और एक सर्वश्रेष्ठ वैज्ञानिक जीवन पद्धति है, और एक दिन पूरी दुनिया को उस रास्ते पर आना ही होगा. हम कहते हैं ये सारा ब्रह्मांड ही सभी सर्वश्रेष्ठ हैं, क्योंकि सारा ब्रह्मांड भगवान की रचना है. ചില മതങ്ങൾ ലോകത്തോട് പറയാറുണ്ട് ഞങ്ങളുടെ മതദർശനവും ആചാരവും മാത്രമാണ് ശരി എന്ന്. പക്ഷെ നാം അതിൽ വിശ്വസിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ സർവ്വ മാർഗങ്ങളും ശരിയാണ്. കാരണം ഇത് ഈശ്വരൻ തന്റെ പ്രകടീകരണ രൂപമാണ്. അതുകൊണ്ട് ഹിന്ദുധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം സർവാശ്ലേഷിയായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുധർമ്മം. मैं अपने कम्युनिस्ट बंधुओं से भी एक बहुत प्रेम से बात कहना चाहता हूं, क्रिटिसिज्म के तौर पर नहीं. वो भी कहते हैं यूनिवर्सल लॉ से ये पूरा ब्रह्मांड चल रहा है, तो हम भी यूनिवर्सल लॉ को ही धर्म कहते हैं. यही हिंदू धर्म का डेफिनेशन है. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരായ സഹോദരന്മാരോട് വിമർശന ബുദ്ധിയോടുകൂടിയല്ല, വളരെ സ്നേഹത്തോടുകൂടി എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പറയുന്ന സർവ്വലൗകികമായ സ്നേഹം അതിൻ്റെ പ്രത്യക്ഷമായ പ്രകടീകരണമാണ് ഹിന്ദുധർമ്മത്തിൻ്റെ ആചരണം. അതുകൊണ്ട് ഹിന്ദുധർമ്മം സർവ്വലൗകികമായ ഏകതയുടെ സ്നേഹത്തിൻ്റെ തന്നെ മന്ത്രമാണ്. ഒരുപക്ഷെ പഴയ മുരുത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ യുവാക്കളായ വളർന്നു വരുന്ന സഖാക്കന്മാരുടെ മക്കൾക്ക് ഈ സത്യം ഇന്ന് മനസ്സിലാകും. स्वामी जी, हम लोग भक्ति पूर्व आपकी आशीर्वाद की प्रतीक्षा कर रहे हैं. बहुत बहुत प्रणाम. जरा हाथ उठाइए, मेरे साथ बोलेंगे एक साथ, दोनों हाथ उठा करके बोले भारत माता की, भारत माता की, भारत माता की, वंदे वंदे. मैं बोलूंगा जयतु धर्म, आप बोलेंगे जयतु भारतम. जयतु धर्म, जयतु भारतम, जयतु धर्म, जयतु भारतम. आज महाभारतम का धर्म रक्षा संगमम का यह पुण्य अवसर, और इस युग के महान योगी अवतारी पुरुष आदि शंकराचार्य की ये पुण्य भूमि, युग अवतार पुरुषनुम वैदिक धर्म तंडे पुनर्स्थापकनुमाय आदि शंकराचार्य रुडेयुम ऋषिमारु डेयुम पुण्य भूमि आया കേരളത്തിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയപൂർവകമായ നമസ്കാരം. ഇന്നത്തെ ചരിത്രപൂർവവും വിപുലവുമായ ഈ കാര്യ പരിപാടിക്കു നിങ്ങൾ എല്ലാവർക്കും ഞാൻ ആശംസ അർപ്പിക്കുന്നു. നമ്മുടെ ദേശം, നമ്മുടെ ധർമ്മം, നമ്മുടെ ധനം, നമ്മുടെ യൗവനവും സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. आपका इतना बोलना आया. ये 20 मिनट्स का टीचिंग था. ഇത് 20 മിനിറ്റ് നേരത്തെ പഠനത്തിന്റെ ഫലമാണ്. अभी गोपाल कृष्ण जी पूरा अनुवाद करेंगे, थोड़ा थोड़ा एक एक वाक्य बोलूंगा. आज ये धर्म संसद है, और धर्म संसद के साथ साथ सभी समाज के अग्रणी यहां पर है, और सब विद्वत परिषद और आप सब दिव्यात्मन यहां पर हैं. मुझे आपको देख करके
हरिद्वार, नासिक और कहा जब उत्तर भारत में महाकुंभ होता है, ऐसे महाकुंभ का दर्शन मैं यहां कर रहा हूं। महाकुंभ, तीर्थ महाकुंभ हो गया समुद्र के किनारे। ഇന്ന് ഈ മഹാഭാരതത്തിന്റെ സംഗമ ഭൂമിയിൽ ആദരണീയരായ സന്യാസി വര്യന്മാരും സാമൂഹ്യ നേതാക്കന്മാരും ഒക്കെ ഒന്നായി ചേർന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളിലായ ഹരിദ്വാറിലും ഒക്കെ നടക്കുന്ന മഹാകുംഭ പോലെ അനവധി പുണ്യാത്മാക്കൾ ഈ കുംഭമേളയിൽ, ഇന്ന് ഇവിടെ സമുദ്രതീരത്ത് നടക്കുന്ന കുംഭമേളയിൽ സന്നിഹിതരായിരിക്കുകയാണ്. നിങ്ങളെല്ലാം കണ്ട് അത്യന്തം ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. और संगठित शक्ति, हिंदू संगठित शक्ति का यहां दर्शन और प्रदर्शन देखकर के बहुत आनंदित हूं. ഹിന്ദുക്കളുടെ സംഘടിത ശക്തിയുടെ പ്രദർശനവും അതിന്റെ ദർശനവും കണ്ട് എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. वेद का उद्घोष है, संगच्छध्वम संवदध्वम संवमनांसि जानताम देवा भागम यथा पूर्वे संजानाना उपासते समानो मंत्रः समिति समानी समानम मनः सहचित्तमेषाम समानम मंत्रम अभिमंत्र एवं समानेन वो हविषा जुहोमि. जब तक हम संगठित नहीं होंगे, अपनी और अपने देश की रक्षा कभी नहीं कर सकते. इसलिए सदा संगठित रहना है सबको. വേദത്തിന്റെ ആഹ്വാനമുണ്ട്, സംഘച്ചത്വം സംവദത്വം എന്ന് തുടങ്ങുന്ന മന്ത്രത്തിലൂടെ. ആ ആഹ്വാനം നമ്മളെ പഠിപ്പിക്കുന്നത് സംഘടിതരായി സമന്വിതരായി ജീവിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഇന്നത്തെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് സംഘടിതരായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് ധർമ്മത്തെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. जब हम लोग असंगठित हुए तो ही विदेशी आक्रमणकारियों ने हमारे देश को गुलाम बनाया. और भगवान राम, कृष्ण, गौतम, कणाद, जैमिनी, पाणिनि, पतंजलि, कितने पूर्वज महान ऋषि, हमारे ऋषियों के देश को, भगवान के देश को विदेशियों ने गुलाम बना लिया था जब हम असंगठित हो गए थे. നമ്മൾ അസംഘടിതരായിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ കടന്നു വന്ന വിദേശികൾ നമ്മുടെ ഈ പവിത്രമായ മണ്ണിലെ രാമനും കൃഷ്ണനും ഗൗതമനും കപിലനും മഹത്തുക്കളെല്ലാം ജനിച്ചിരുന്ന ഈ ഭൂമിയെ അടിമകളാക്കി തീർത്തു, അടിമകളാക്കി ഭരിച്ചു. അവർക്ക് അടിമകളാക്കാൻ കഴിഞ്ഞത്, ഈ രാമന്റെ മണ്ണിനെ, ഈ മഹാത്മാക്കളുടെ മണ്ണിനെ അടിമകളാക്കാൻ കഴിഞ്ഞത് നാം അസംഘടിതരായപ്പോഴായിരുന്നു. इसलिए आज संकल्प लेकर के जाएंगे कि हिंदू संगठित रहेगा सामाजिक क्षेत्र में, हिंदू संगठित रहेगा राजनीतिक क्षेत्र में, और हिंदू संगठित रहेगा धार्मिक क्षेत्र में. तो हिंदू और हिंदुस्तान का कोई बाल बांका नहीं कर सकता. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു സങ്കല്പം സ്വീകരിക്കുവാനുണ്ട്. ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഹിന്ദുക്കൾ സാമാജികമായ മണ്ഡലത്തിലും രാജനൈതിക മണ്ഡലത്തിലും ദേശത്തെ സംബന്ധിക്കുന്ന മണ്ഡലത്തിലും ഒരുമിച്ച് ചേർന്ന് സംഘടിതരായി പ്രവർത്തിച്ചാൽ ഒരു ശക്തികൾക്കും നമ്മളെ ദുർബലപ്പെടുത്താൻ സാധ്യമല്ല. ഈ സങ്കല്പത്തോടുകൂടി വേണം നാം ഈ സമ്മേളനത്തിൽ നിന്ന് പോകുവാൻ. यहां केरल के संदर्भ में एक विशेष बात कहना चाहता हूं. जो हमारे अपने भाई अज्ञान के कारण से या अभाव के कारण से अथवा किसी राजनीतिक कारण से हमसे अलग हो गए, उनको भी हमें अपने साथ और जोड़ना पड़ेगा. കേരളത്തിന്റെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുവാനുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭാവം കൊണ്ടോ, ജീവിതത്തിൽ രാജനൈതിക കാര്യങ്ങൾ കൊണ്ടോ, ജീവിതത്തിൽ സാമാജികമായ ദുർബലത കൊണ്ടോ നമ്മളിൽ നിന്ന് അകന്നുപോയ എല്ലാ സഹോദരന്മാരെയും നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു കർത്തവ്യം ഇന്ന് ഹിന്ദുക്കൾക്കുണ്ട്. एक बात मैं खास कहना चाहता हूं, एक बात यह भी खास कहना चाहता हूं कि जो भी आज इस हिंदुस्तान में रहता है, उन सब का पूर्वज एक है, उन सब का वतन एक है, उनका धर्म और उनकी संस्कृति एक है. ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഹിന്ദുസ്ഥാനത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർവികന്മാർ അവർ ഹിന്ദുക്കളായിരുന്നു. ഒരു സംസ്കൃതിയുടെ, ഒരു പാരമ്പര്യത്തിന്റെ സന്താനങ്ങളാണ് ഇന്ന് ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും. राजीव प्रताप रूडी जी भी आ गए, उनका भी एक बार सबके ओर से करतल ध्वनि से बहुत बहुत अभिनंदन है. वो थोड़ी दूर से आए, चल करके आने में थोड़ा विलंब हुआ है, तो एक बार जोरदार करतल ध्वनि से राजीव प्रताप रूडी जी को भी बहुत बहुत अभिनंदन है. बहुत बहुत വന്ന രാജീവ് പ്രതാപ് റൂഡിജിയെ കരഘോഷത്തോടു കൂടി നമ്മളെല്ലാം സ്വീകരിക്കണം.
फिर से बोले भारत माता की, भारत माता की वंदे മാതരം वंदे। മാതരം. अभी पिछले दिनों वंदे मातरम पर ही लोगों ने विवाद कर दिया। ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വന്ദേ മാതര ശബ്ദത്തെയും പലരും വലിയ പ്രശ്നമാക്കി തീർത്തിരിക്കുകയാണ്, വിവാദമാക്കി തീർത്തിരിക്കുകയാണ്. वंदे मातरम कोई धार्मिक नारा नहीं है, വന്ദേ മാതരം എന്നത് ഏതെങ്കിലും ഒരു മതപരമായ മുദ്രാവാക്യമല്ല. ये अपनी मातृभूमि को गौरव देना है। ഇത് മാതൃഭൂമിയെ വന്ദിക്കുന്ന, മാതൃഭൂമിയെ സ്തുതിക്കുന്ന ശബ്ദമാണ്. और मातृभूमि को गौरव और सम्मान और मातृभूमि पर स्वाभिमान हिंदू मुसलमान सिख ईसाई सबको समान रूप से रखना चाहिए। മാതൃഭൂമിയോട് ആദരവും വന്ദനഭാവവും ബഹുമാനവും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യായാലും സിഖ് ആയാലും എല്ലാവർക്കും സമാനമായി ആവശ്യമാണ്. कोई भी मजहब मातृभूमि को गौरव और सम्मान देने के लिए ना नहीं बोलता है। ഏതൊരു നാട്ടിലും ഒരു സ്ഥലത്തും സ്വന്തം ജന്മഭൂമിക്ക് അഭിമാനപൂർവമായ ഒരു സമീപനത്തോടു കൂടിയുള്ള ബന്ധം നൽകാത്ത ഒരു പ്രദേശവും ലോകത്തില്ല. और जो मजहब अपनी मातृभूमि को गौरव नहीं देता वो मजहब फिर मजहब कहलाने योग्य भी नहीं रहता। ഈ നാട്ടിൽ സ്വന്തം ജനിച്ച ഭൂമിക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും മതമെന്ന് പോലും വിളിക്കാൻ നമുക്ക് സാധ്യമല്ല. इसलिए जब भी भारत माता की जय बोलने की बात आए तो 125 करोड़ हिंदुस्तानी एक स्वर से भारत माता की जय बोले। ഭാരത് മാതാവിന് ജയ് വിളിക്കേണ്ട സന്ദർഭം വരുമ്പോൾ, സന്ദർഭം വന്നപ്പോൾ കോടിക്കണക്കിന് കണ്ടങ്ങളിൽ നിന്ന് ഭാരത മാതാക്ക് ജയ് വിളിക്കുവാനുള്ള സാഹചര്യമാണിന്ന്. भारत माता की जय भी बोलना और भारत माता को परम वैभवशाली भी बनाना है। ഭാരത മാതാവിന് ജയ് വിളിക്കുകയും ഭാരത മാതാവിനെ പരം വൈഭവമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും വേണം. और भारत माता को परम वैभवशाली बनाने के लिए हम जहां जहां जिस जिस क्षेत्र में काम कर रहे हैं वहां हमें अत्यंत पुरुषार्थ करना है, पुरुषार्थ की पराकाष्ठा पर जीना है। ഭാരത മാതാവിനെ അതിന്റെ പരിമാണ വൈഭവത്തിലെത്തിക്കാൻ നാം എല്ലാം ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ പരമകാഷ്ഠ ഉപയോഗിച്ച് അത്യന്തം ശക്തി ഉപയോഗിച്ച് നാം പ്രവർത്തിക്കണം. आज हिंदुस्तान के 125 करोड़ लोग यदि पुरुषार्थ करें तो हम 5 वर्ष में वर्ल्ड इकोनॉमिक पावर और वर्ल्ड स्पिरिचुअल पावर हो सकते हैं। इतना सामर्थ्य भारत के अंदर है। ഇന്ന് ഭാരതത്തിലെ കോടിക്കണക്കിന് കണ്ഠങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്ദേ മാതരം ഭാരത് മാതാ കി ജയ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും കരുത്തുള്ള രാജ്യമാക്കി നമ്മുടെ ഭാരതത്തെ മാക്കാൻ സാധിക്കും. आज देश के ऊपर 2 बड़े प्रश्न हैं, एक है जाति का उन्माद और दूसरा है मजहब का उन्माद। इन 2 उन्मादों से भी हम हिंदुओं को बचना है। ഇന്ന് നാട്ടിൽ രണ്ട് തരത്തിലുള്ള ഭ്രാന്ത് കൊണ്ട് ഗ്രസ്തമാണ് നമ്മുടെ നാട്. ഒന്ന് ജാതിയുടെ ഭ്രാന്ത്, രണ്ട് മതത്തിന്റെ ഭ്രാന്ത്. ഈ രണ്ട് തരത്തിലുള്ള ഭ്രാന്തിന്റെ പ്രശ്നത്തിൽ നിന്നും നമ്മുടെ നാടിനെ നാം മോചിപ്പിക്കേണ്ടതുണ്ട്. सबसे पहले हमें सोचना है, हम ब्राह्मण होने से पहले, हम क्षत्रिय वैश्य और दलित शूद्र होने से पहले हम ईश्वर की संतान हैं, हम भारत माता की संतान हैं। ये गौरव अपने हृदय में सबको संजो के रखना है। നാം ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ചിന്തിക്കുന്നതിന് മുൻപ്, നാം ഏതെങ്കിലും മതത്തിന്റെ പ്രതിനിധി എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം നാം പരമമായ ഈശ്വര ശക്തിയുടെ സന്താനമാണെന്ന ബോധവും അതിനപ്പുറത്ത് അതിന് കീഴെ ഈ ഭാരത മാതാവിന്റെ സന്താനമാണെന്ന ബോധവുമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. आज मुझे बहुत अच्छा लग रहा है, यहाँ 4 वर्णाश्रम धर्म एक मंच पर विराजमान है। माने यहाँ ब्राह्मण भी हैं, क्षत्रिय भी हैं, वैश्य भी हैं, शूद्र दलित भी हैं और ये 4 वर्णाश्रम धर्म हमारे भीतर भी हैं। ये सिर ब्राह्मण है, भुजाएं क्षत्रिय हैं, पेट वैश्य है, पैर शूद्र हैं। ब्राह्मणस्य मुखमासीत् बाहुराजन्यः कृतः उरुतधस्य यद वैश्यः पदभ्याम शूद्रो अजायत। मुझे लगता है अनुवाद करने की जरूरत नहीं। ഇന്ന് ഈ ശരീരരൂപിയായി തന്നെ നിൽക്കുന്ന ഈ സദസ്സിനെ കാണുമ്പോൾ അത്യധികം സന്തോഷമാവുകയാണ്. കാരണം ഇവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമുണ്ട്. നമ്മുടെ ധർമ്മസങ്കല്പത്തിൽ ബ്രാഹ്മണൻ നമ്മുടെ ശിരസ്സാണ്, ക്ഷത്രിയൻ നമ്മുടെ ബാഹുക്കളാണ്, വൈശ്യൻ നമ്മുടെ ഉദരമാണ്, ശൂദ്രൻ നമ്മുടെ പാദമാണ്.
അങ്ങനെ ഇതെല്ലാം നമ്മുടെ തന്നെ ശരീരത്തിലുമുണ്ട്. അങ്ങനെ ശരീരാകൃതിയിലുള്ള വിശാലമായ ഈ ഹൈന്ദവ ശരീരഭാഗത്തെ ഇവിടെ കാണുമ്പോൾ അത്യന്തം സന്തോഷമുണ്ട്. जैसे शरीर में ब्राह्मण क्षत्रिय वैश्य शूद्र सब मिलकर रहते हैं, ऐसे हम सब मिलकर के एक और नेक होकर के श्रेष्ठ भारत बनाए. ഒരു ശരീരം എന്നുള്ള നിലയിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന ഭാവം നിൽക്കുന്ന ശിരസ്സും പാദങ്ങളും വയറും കൈകളുമെല്ലാം ഏതുപോലെ സമരസമായി ഏകാത്മകമായി പ്രവർത്തിക്കുന്നുവോ അതുപോലെ സമാജത്തിലും വിവിധ വിഭാഗങ്ങളായി നിൽക്കുന്ന നമ്മളെല്ലാം ഒറ്റ ശരീരം പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. वैदिक संस्कृति में ब्राह्मण ऊंचा जरूर है, लेकिन पूजा पाद की ही होती है. पाद पूजनम होता है, शूद्र की पूजा. വൈദിക സംസ്കാരത്തിൽ ശിരസ് ഉന്നത സ്ഥാനത്താണ്, പക്ഷെ മഹത്തുക്കളെ പൂജിക്കുന്നത് പാദങ്ങളിലാണ്, ശൂദ്രതയാണ് പൂജിക്കുന്നത്. ऐसा ही हमें समाज में सबको सम्मान दे करके आगे बढ़ाना है, तभी भारत माता की जय का नाद पूरा होगा और भारत विश्व की महाशक्ति परम वैभवशाली बनेगा. ഇതുപോലെ സമാജത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഉൾക്കൊണ്ടും കൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരെ എല്ലാം പെറ്റ ഈ ഭാരതമാതാവ് ലോകത്തിന് ഏറ്റവും ജഗജ്ജനനിയും വന്ധ്യയുമായി തീരുന്നത്. धर्म के बारे में मैं 3 बात कहना चाहता हूं. धर्म कौन सा सबसे बड़ा है? धर्म वो सबसे बड़ा है जो सार्वभौमिक यूनिवर्सल हो, जो साइंटिफिक हो, वैज्ञानिक हो और जो पंथ निरपेक्ष हो, जिसमें किसी भी तरह के पंथ का आग्रह ना हो, जिसमें सत्य का आग्रह हो. वो धर्म सर्वश्रेष्ठ है. ധർമ്മം നാം ആദരിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എന്നുള്ളത് എല്ലാവിധ മതപരമായ പരിഗണനകൾക്കും അപ്പുറത്തുള്ള സർവഭൗമമായ ഒരു സങ്കല്പമായിരിക്കണം. നാം എല്ലാവരും അംഗീകരിക്കേണ്ടതായ ധർമ്മം എന്നുള്ളത് സത്യത്തിന്റെ വെളിച്ചമായിരിക്കണം. നാം എല്ലാവരും സ്വീകരിക്കേണ്ട ധർമ്മമുള്ളത് പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കുന്നതായിരിക്കരുത്. അങ്ങനെ സർവഭൗമവും എല്ലാവരെയും ചേർക്കുന്നതും സത്യത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ ആ ധർമ്മത്തെ മാത്രമേ നാം ധർമ്മമെന്ന് അംഗീകരിക്കുകയുള്ളൂ. और वैदिक हिंदू सनातन आर्य धर्म की ये विशेषता है कि ये सार्वभौमिक है, ये वैज्ञानिक है और ये पंथ निरपेक्ष है. इसलिए हिंदू धर्म दुनिया का सबसे बड़ा धर्म है, वो संस्कृति का सबसे बड़ा प्रतिष्ठान. ഈ വൈദിക സനാതന ധർമ്മത്തിന്റെ സവിശേഷതയാണ് ഇത് സർവഭൗമമാണ്, അതുപോലെ ഇത് അത്യന്തം ശാസ്ത്രീയമാണ്, അതുപോലെ ഇത് എല്ലാവരെയും സമന്വയിപ്പിക്കുന്നതാണ്. ഇത്തരം ശ്രേഷ്ഠമായ ഈ വൈദിക ധർമ്മ സംസ്കൃതിയുടെ ഉത്ഥാനത്തിനാണ് നാം ഈ പരിശ്രമങ്ങളെല്ലാം നടത്തുന്നത്. इस हिंदू धर्म पर, इस वैदिक सनातन आर्य संस्कृति पर हमको गौरव होना चाहिए. और जो हमसे नहीं जुड़े हैं ऐसे कम्युनिस्टों को, कांग्रेसियों को और दूसरे भी मजहब वालों को अपने साथ में हमको जोड़ना है और अपने इस महासागर में उनको समाना है. ഇന്ന് ധർമ്മ സംസ്കൃതിയിൽ ബഹുമാനപൂർവം അതിനെ പ്രണമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിനെ അംഗീകരിക്കാത്തവർ, അവർ കമ്മ്യൂണിസ്റ്റുകായിരിക്കാം, കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കാം, ഇതര മതങ്ങളുടെ പ്രവർത്തകരായിരിക്കാം, പക്ഷെ അവരെ എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് നമുക്ക് ഈ മഹാധർമ്മത്തിന്റെ പ്രവാഹത്തിലേക്ക് മുന്നോട്ട് പോകുവാനുള്ളത്. क्योंकि धर्म को लेकर के बहुत बड़ा भ्रम पूरे देश में और दुनिया में फैलाया जाता है. और हिंदू धर्म के बारे में एक बात कहते हुए हमें गौरव होता है कि हिंदू धर्म कोई मात्र पूजा पाठ की पद्धति नहीं, वो एक जीवन पद्धति है और एक सर्वश्रेष्ठ वैज्ञानिक जीवन पद्धति है. और एक दिन पूरी दुनिया को उस रास्ते पर आना ही होगा. ഹിന്ദു ധർമ്മം എന്നുള്ളത് കേവലം ഒരു പൂജാപാഠങ്ങളുടെ മതസംഹിത മാത്രമല്ല, അത് വിശാലമായ സമൂഹത്തിനെ മുഴുവൻ സംയോജിപ്പിക്കുന്ന എല്ലാവർക്കും കല്യാണകാരിയായ ചിരന്തനമായ ഒരു ദർശനമാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സർവാശ്ലേഷിയായ ദർശനത്തിലേക്ക് വരേണ്ടി വരും. सुबह जल्दी उठना हिंदू धर्म है. രാവിലെ നേരെ ഉണരുക എന്നുള്ളത്, നേരത്തെ ഉണരുക എന്നുള്ളത് ഹിന്ദു ധർമ്മമാണ്. सुबह उठ करके योगाभ्यास करना ये वैदिक हिंदू धर्म है. രാവിലെ എഴുന്നേറ്റ് യോഗാഭ്യാസങ്ങൾ ചെയ്യുക എന്നുള്ളത് വൈദികമായ ഹിന്ദു ധർമ്മമാണ്. सात्विक आहार करना ये वैदिक हिंदू धर्म है. സാത്വികമായ ഭക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് വൈദികമായ ഹിന്ദു ധർമ്മമാണ്. अहिंसा, सत्य और ईमानदारी का पालन करना ये वैदिक हिंदू धर्म है. അഹിംസയും സത്യവും അതുപോലെ തന്നെ വിശ്വാസപൂർവകമായ സത്യസന്ധമായ പ്രവൃത്തിയും ചെയ്യുക എന്നുള്ളത് വൈദിക ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ ആചരണമാണ്. विश्व बंधुत्व, ब्रदरहुड, ये हिंदू धर्म है.
ഈ പ്രപഞ്ചത്തിലെ സർവരുമായി സാഹോദര്യം പുലർത്തുക എന്നുള്ളത് അത് ഹിന്ദുധർമ്മം തന്നെയാണ്. सह अस्तित्व को एग्जिस्टेंस को मानना जीना ये हिंदू धर्म है. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെയും കാണുകയും അറിയുകയും ഉൾക്കൊള്ളുകയും അതിനോടൊപ്പം സമരസപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഹിന്ദുധർമ്മത്തിന്റെ ആചരണമാണ്. वननेस एकत्व, एक ही सच्चिदानंद भगवान सबके अंदर विराजमान है, उसकी पूजा करना ये हिंदू धर्म है. ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളിലും ഏകമാത്രമായ സത്യമാണ്, ബ്രഹ്മമാണ് കുടിയിരിക്കുന്നതെന്ന് കണ്ട് അതിനെ മുഴുവൻ ആരാധിക്കുന്നത് അത് ഹിന്ദുധർമ്മത്തിന്റെ ആചരണമാണ്. कुछ दुनिया के ऐसे भी मजहब और पंथ हैं जो कहते हैं हम ही सर्वश्रेष्ठ हैं. हम ऐसा नहीं कहते कि हम ही सर्वश्रेष्ठ हैं. हम कहते हैं ये सारा ब्रह्मांड ही सभी सर्वश्रेष्ठ हैं, क्योंकि सारा ब्रह्मांड भगवान की रचना है. ചില മതങ്ങൾ ലോകത്തോട് പറയാറുണ്ട് ഞങ്ങളുടെ മതദർശനവും ആചാരവും മാത്രമാണ് ശരി എന്ന്. പക്ഷെ നാം അതിൽ വിശ്വസിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ സർവ്വ മാർഗങ്ങളും ശരിയാണ്. കാരണം ഇത് ഈശ്വരൻ തന്റെ പ്രകടീകരണ രൂപമാണ്. അതുകൊണ്ട് ഹിന്ദുധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം സർവാശ്ലേഷിയായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുധർമ്മം. ऐसा हिंदू धर्म अपना है, इसका गौरव अपने बच्चों को बताना, अपने पड़ोसियों को बताना, और जो हिंदू धर्म से विमुख हो गए हैं उनको भी समझाना, और जो किसी धर्म को नहीं मानते उन कम्युनिस्टों को भी समझाना, तो सभी धार्मिक हो जाएंगे, आध्यात्मिक हो जाएंगे. ഈ ഹിന്ദുധർമ്മത്തിന്റെ മഹത്വത്തെ പറ്റി നമ്മുടെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളോടും അയൽപ്പക്കക്കാരോടും നമ്മുടെ ബന്ധുജനങ്ങളോടും ഇന്ന് നമ്മളെ ബഹുമാനിക്കാത്തവരും എതിർക്കുന്നവരുമായവരോടും ഒരുപക്ഷെ ഈശ്വര വിശ്വാസമില്ലാത്തവരോടും ഈ ഹിന്ദുധർമ്മത്തിന്റെ മഹത്വത്തെ പറ്റി സംസാരിച്ച് അവരെല്ലാം ഈ പ്രവാഹത്തിൽ കൊണ്ടുവരേണ്ടത് ഹിന്ദുധർമ്മ ആചരണത്തിന്റെ ഭാഗം തന്നെയാണ്. मैं अपने कम्युनिस्ट बंधुओं से भी एक बहुत प्रेम से बात कहना चाहता हूं, क्रिटिसिज्म के तौर पर नहीं. वो भी कहते हैं यूनिवर्सल लॉ से ये पूरा ब्रह्मांड चल रहा है, तो हम भी यूनिवर्सल लॉ को ही धर्म कहते हैं. यही हिंदू धर्म का डेफिनेशन है. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരായ സഹോദരന്മാരോട് വിമർശന ബുദ്ധിയോടുകൂടിയല്ല, വളരെ സ്നേഹത്തോടുകൂടി എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പറയുന്ന സർവ്വലൗകികമായ സ്നേഹം അതിൻ്റെ പ്രത്യക്ഷമായ പ്രകടീകരണമാണ് ഹിന്ദുധർമ്മത്തിന്റെ ആചരണം. അതുകൊണ്ട് ഹിന്ദുധർമ്മം സർവ്വലൗകികമായ ഏകതയുടെ സ്നേഹത്തിന്റെ തന്നെ മന്ത്രമാണ്. यदि जो बुजुर्ग कम्युनिस्ट हैं उनको समझ में ना आए तो जवान तो सारे हमारे पाले में आने ही वाले हैं, मुझे पूरा विश्वास. ഒരുപക്ഷെ പഴയ മുരുത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ യുവാക്കളായ വളർന്നു വരുന്ന സഖാക്കന്മാരുടെ മക്കൾക്ക് ഈ സത്യം ഇന്ന് മനസ്സിലാകും. बोलो भारत माता की. मैंने पहले दो विषय रखे, देश और धर्म. अब मैं थोड़ा धन के बारे में भी बात करना चाहता हूं. मैं आपसे पूछता हूं, देश का धन देश में रहना चाहिए कि विदेश में जाना चाहिए? ഞാൻ ഇന്ന് ധർമ്മത്തോടൊപ്പം ധനത്തെ പറ്റിയും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിന്റെ സമ്പത്ത് നമ്മുടെ നാട്ടിൽ നിൽക്കണമോ അല്ല വിദേശത്താണോ ഇരിക്കേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? बोलो. देश का पैसा कहाँ रहना चाहिए? देश में. अब इसमें दो बातें सुनो. एक तो विदेशी कंपनियां ईस्ट इंडिया कंपनी की तरह पूरे देश को लूटने में लगी हुई है. आज संकल्प लेकर के जाओ कि हम स्वदेशी को अपनाएंगे और देश को बचाएंगे और आगे बढ़ाएंगे. നമ്മുടെ നാടിന്റെ സമ്പത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാൻ നാം രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇന്ന് നമ്മുടെ നാടിന്റെ സമ്പത്തിനെ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിക്ക് ശേഷം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം ഇവിടെ കടന്നു വന്ന പല ബഹുരാഷ്ട്ര കമ്പനികളും ഊറ്റിയെടുത്തു കൊണ്ടുപോവുകയാണ്. നാം ഇന്ന് സങ്കല്പം ചെയ്യേണ്ടിയിരിക്കുന്നു, ഏതു മുതൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ സാധനങ്ങളൊന്നും നാം വാങ്ങില്ല, നമ്മുടെ സമ്പത്ത് അതുവഴി ഒഴുകിപ്പോകില്ല എന്ന്. दो बात मैं इसमें कहना चाहूं. स्वदेशी विचार और स्वदेशी वस्तु का हमने एक बहुत बड़ा आंदोलन शुरू किया है, और आने वाले 3 वर्षों में सारी विदेशी कंपनियों का शीर्षासन करवा दें. നാം ഇന്ന് വളരെ ശ്രദ്ധാപൂർവം നിഷ്ഠാപൂർവമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അത് നമ്മുടെ നാട്ടിൽ ഒരു സ്വദേശി വിചാരത്തിന്റെ വിപ്ലവം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വരുന്ന 3 വർഷം കൊണ്ട് സ്വദേശി വസ്തുക്കൾ മാത്രമേ വാങ്ങുകയുള്ളൂ. ഈ തീരുമാനമെടുത്താൽ ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം ശീർഷാസനത്തിൽ തലകീഴെ നിൽക്കേണ്ടി വരും. और एक बात और भी कहना चाहता हूं, यह स्वदेशी का काम हमने व्यापार के लिए नहीं शुरू किया है, ये स्वदेशी का काम हमने राष्ट्र उपकार के लिए शुरू किया है. ഈ സ്വദേശി മൂവ്മെന്റ് അത് ആരംഭിച്ചിട്ടുള്ളത് കച്ചവട കണ്ണോടുകൂടിയല്ല, പ്രത്യുത ഈ രാഷ്ട്രത്തിന്
രാഷ്ട്രത്തിന്റെ ഭാവത്തെ, രാഷ്ട്രത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. इस स्वदेशी के कार्य से अभी भी जो आय हो रही है, प्रॉफिट हो रहा है, वो देश की सेवा में लग रहा है. और आने वाले 10 वर्षों में करीब 25,000 करोड़ रुपए हम एजुकेशन के फील्ड में खर्च करेंगे और सबको वैदिक एजुकेशन और मॉडर्न एजुकेशन देंगे बच्चों को. ഇന്ന് ഈ സ്വദേശി വസ്തുക്കളുടെ ഉൽപാദനവും വിപണനവും കൊണ്ട് കിട്ടുന്ന ലാഭം അത് പോക്കറ്റിലാക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. പ്രത്യുത ആ പണം സമാജത്തിന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. വരുന്ന 10 വർഷങ്ങൾക്ക് കൊണ്ട് 25,000 കോടി രൂപ ഈ നാടിന്റെ സംസ്കാരത്തെയും വേദത്തെയും ഭാരതീയമായ വിദ്യാഭ്യാസത്തെയും പ്രചരിപ്പിക്കുന്നതിന് ഈ ലാഭം കൊണ്ട് ഈ സമൂഹത്തിൽ പ്രവർത്തനം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. और ये सेवा का काम आपके केरल में भी करना है. ഈ സേവനത്തിന്റെ പ്രവർത്തനം നമ്മുടെ കേരളത്തിന്റെ മണ്ണിലും ചെയ്യേണ്ടതുണ്ട്. यहां भी एजुकेशन सेंटर और मेरे मन का एक सपना है कि शंकराचार्य जी के नाम पर एक बहुत बड़ा विश्वविद्यालय केरल में बनाना है और वो हम बनाएंगे. ഈ കേരളത്തിന്റെ മണ്ണിൽ എനിക്ക് ഉറച്ച ഒരു സങ്കല്പമുണ്ട്. ശങ്കരാചാര്യന്റെ മണ്ണിൽ ശങ്കരന്റെ പേരിൽ ഒരു ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളത്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. मुझे ये भी खुशी है, आप जब जो है मैं हिंदी बोलता हूं तो ज्यादा ताली बजती है. इसका मतलब आप सबको हिंदी भी थोड़ा थोड़ा आता है, उसके लिए आपका बहुत बहुत अभिनंदन है. तो मैं बात कर रहा था, देश का धन देश में रहना चाहिए, वो बर्बाद नहीं होना चाहिए, विदेशियों के द्वारा लूटा नहीं जाना चाहिए और देश का यौवन भी सुरक्षित रहना चाहिए. ഇവിടെ കൂടിയിട്ടുള്ളവർ ഹിന്ദി നേരിട്ട് മനസ്സിലായി ഹിന്ദി കേൾക്കുമ്പോൾ പുളകിതരായി കൈയടിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അതിന് ഞാൻ നിങ്ങളെയെല്ലാം അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദേശീയമായ മുന്നേറ്റം കൊണ്ട് വിദേശ കമ്പനികളെ കെട്ടുകെട്ടിച്ച് ഈ ദേശീയമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ വളർത്തേണ്ടതുണ്ട്.